അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് ഒന്നാം വർഷ BDS വിദ്യാർത്ഥിയായിരുന്ന തിരുവനന്തപുരം സ്വദേശി നിതിൻ രാജിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കേസിൽ ഒളിവിലായിരുന്ന മുഖ്യപ്രതിയും ഡിപ്പാർട്ട്മെന്റ് മുൻ മേധാവിയുമായ ഡോക്ടർ MK റാമിനെ ക്രൈംബ്രാഞ്ച് പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തു. കർണാടകയിലെ കുടകിൽ നിന്നാണ് ഇയാളെ അന്വേഷണ സംഘം പിടികൂടിയത്. പ്രതി 3 മാസമായി ഒളിവിലാണെന്ന് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് പോലീസ് ഇയാളെ വലയിലാക്കിയത്. ഡോക്ടർ റാമിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ സുപ്രീം കോടതി തള്ളിയതിന് തൊട്ടു പിന്നാലെയാണ് പോലീസിന്റെ ഈ നിർണായക നീക്കമുണ്ടായത്. മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ചപ്പോൾ ജസ്റ്റിസുമാരായ വിക്രംനാഥ്, സന്ദീപ് മേത്ത എന്നിവരടങ്ങിയ സുപ്രീം കോടതി ബെഞ്ച് അധ്യാപകന്റെ പെരുമാറ്റത്തിനെതിരെ രൂക്ഷമായ വിമർശനങ്ങളാണ് ഉന്നയിച്ചത്. വിദ്യാർത്ഥികളോട് അധ്യാപകൻ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്ന് റാമിന്റെ അഭിഭാഷകനോട് കോടതി ആവർത്തിച്ച് ചോദിച്ചു. മനുഷ്യത്വരഹിതം എന്ന ഒരു വാക്കു മാത്രമാണ് ഇത്തരം പ്രവൃത്തികൾ കാണുമ്പോൾ മനസ്സിലേക്ക് വരുന്നതെന്ന് വ്യക്തമാക്കിയ സുപ്രീം കോടതി സ്വന്തം പ്രവൃത്തികളുടെ അനന്തരഫലങ്ങൾ ഒരു അധ്യാപകൻ കൃത്യമായി തിരിച്ചറിയണമെന്നും ഓർമ്മിപ്പിച്ചു. ക്ലാസ് മുറിയിൽ സഹപാഠികളുടെ മുന്നിൽ വെച്ച് ഒരു വിദ്യാർത്ഥിയെ ഈ രീതിയിൽ അപമാനിച്ചാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതം എന്തായിരിക്കുമെന്ന് കോടതി ആശങ്ക പ്രകടിപ്പിക്കുകയും ഇത്തരക്കാർക്ക് വ്യക്തമായ സന്ദേശം നൽകേണ്ടതുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി മുൻകൂർ ജാമ്യം തള്ളുകയുമായിരുന്നു. കഴിഞ്ഞ ഏപ്രിൽ 10-നാണ് കോളേജ് കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ചാടി നിതിൻ രാജ് ആത്മഹത്യ ചെയ്തത്. ഡോക്ടർ റാം ക്ലാസ് മുറിയിൽ വെച്ച് നിതിനെ നിരന്തരമായി മാനസികമായി പീഡിപ്പിക്കുകയും ജാതീയമായി അധിക്ഷേപിക്കുകയും ചെയ്തുവെന്ന് സഹപാഠികളും നിതിന്റെ കുടുംബവും ആരോപിച്ചിരുന്നു. കടുത്ത മാനസിക സമ്മർദ്ദം കാരണം നിതിൻ പഠനം ഉപേക്ഷിക്കാൻ ആലോചിച്ചിരുന്നതായി സഹപാഠികൾ മൊഴി നൽകി. സംഭവത്തിന് പിന്നാലെ ആത്മഹത്യാ പ്രേരണ, റാഗിംഗ് നിരോധന നിയമം, പട്ടികജാതി പട്ടികവർഗ അതിക്രമ നിരോധന നിയമം പ്രകാരമുള്ള ജാമ്യമില്ലാ വകുപ്പുകൾ എന്നിവ ചുമത്തിയാണ് പോലീസ് ഡോക്ടർ റാമിനെതിരെ കേസെടുത്തത്. കേസിൽ നിന്ന് രക്ഷപ്പെടാനായി ഓൺലൈൻ ലോൺ ആപ്പിൽ നിന്ന് എടുത്ത പണത്തെ ചൊല്ലിയുള്ള ഭീഷണിയാണ് നിതിന്റെ ആത്മഹത്യക്ക് കാരണമെന്നും ക്ലാസ്സിലെ അപമാന സംഭവം നടന്ന് മാസങ്ങൾക്ക് ശേഷമാണ് ആത്മഹത്യ എന്നുമുള്ള വാദങ്ങൾ പ്രതിഭാഗം കോടതിയിൽ ഉയർത്തിയിരുന്നു. എന്നാൽ അധ്യാപകനിൽ നിന്നുണ്ടായ കടുത്ത അപമാനവും തുടർച്ചയായ മാനസിക സമ്മർദ്ദവുമാണ് വിദ്യാർത്ഥിയെ ഈ തീവ്രമായ തീരുമാനത്തിലേക്ക് നയിച്ച പ്രധാന ഘടകമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സുപ്രീം കോടതി മുൻകൂർ ജാമ്യം പൂർണ്ണമായി തള്ളിയത്. മകന്റെ മരണത്തിന് കാരണക്കാരായവരെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട നിതിന്റെ മാതാപിതാക്കൾ ശക്തമായി പ്രതിഷേധത്തിലായിരുന്നു. കുടകിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത പ്രതിയെ ഉടൻ തന്നെ കണ്ണൂരിലെത്തിച്ച് ചോദ്യം ചെയ്യലിനും തെളിവെടുപ്പിനും വിധേയമാക്കുമെന്ന് ക്രൈംബ്രാഞ്ച് സംഘം അറിയിച്ചു.